നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേന്ദ്രത്തിനെതിരെ ലത്തീൻ സഭ. വിഴിഞ്ഞം സമരത്തിന് ശേഷം അക്കൗണ്ടുകൾ മരവിപ്പിച്ചെന്ന് ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ. സിറിയയിലെ US സൈനിക താവളത്തിന് നേരെ ഇറാഖിൽ നിന്ന് മിസൈൽ ആക്രമണം. രാജ്യത്തിന്റെ സ്വത്ത് കോൺഗ്രസ് മുസ്ലിംകൾക്ക് നൽകുമെന്ന മോദിയുടെ പ്രസംഗത്തിന് രൂക്ഷ വിമർശനം. കണ്ണൂർ ജില്ലയിലെ 320 ബൂത്തുകളിൽ പ്രശ്ന സാധ്യതയുണ്ടെന്ന് രഹസ്യാന്വേഷണ വിഭാഗം. ചെസ്സിൽ ചരിത്ര നേട്ടവുമായി ഇന്ത്യയുടെ 17-കാരൻ ഗ്രാൻഡ് മാസ്റ്റർ ഡി ഗുകേഷ്. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാരിനെതിരെ ലത്തീൻ സഭ രംഗത്ത്. വിഴിഞ്ഞം സമരത്തിന് ശേഷം ലത്തീൻ അതിരൂപതയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചെന്ന ആരോപണവുമായി ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ രംഗത്തെത്തി. അക്കൗണ്ടുകൾ മരവിപ്പിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള സർക്കുലർ സഭ പുറത്തുവിട്ടു. പള്ളികളിൽ ഞായറാഴ്ച വായിച്ച സർക്കുലറിലാണ് അക്കൗണ്ട് മരവിപ്പിച്ച കാര്യം ബിഷപ്പ് അറിയിച്ചത്. അക്കൗണ്ട് മരവിപ്പിച്ചത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണെന്ന് ബിഷപ്പിന്റെ പരോക്ഷ വിമർശനം. സംസ്ഥാന പോലീസിന്റെ റിപ്പോർട്ടും മരവിപ്പിക്കലിന് കാരണമായിട്ടുണ്ടാകുമെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വിദേശത്ത് നിന്ന് ഫണ്ട് സ്വീകരിക്കുന്ന FRCA അക്കൗണ്ട് അടക്കം മരവിപ്പിച്ചു. മിഷൻ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് പോലും സ്വീകരിക്കാൻ കഴിയുന്നില്ലെന്ന് സഭ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വായിച്ച സർക്കുലറിലാണ് ബിഷപ്പ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. വിശ്വാസികളെ സഭയുടെ സാമ്പത്തിക അവസ്ഥ അറിയിക്കാൻ വേണ്ടിയാണ് സർക്കുലർ പുറത്തുവിട്ടതെന്ന വിഷയത്തിൽ സഭയുടെ വിശദീകരണം. തൃശൂർ പൂരം സുഗമമായി നടത്തുന്നതിന് സ്ഥിരം സംവിധാനം വേണമെന്ന് തിരുവമ്പാടി ദേവസ്വം ആവശ്യപ്പെട്ടു. പൂരം നല്ല രീതിയിൽ നടത്താനുള്ള അനുമതി തങ്ങൾക്ക് വേണം. യോഗം വിളിച്ച് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചാണ് പൂരം നടത്തുന്നത്. ചിട്ടപ്പെടുത്തിയ ക്രമം മാറ്റാനും ഇതുമൂലം നിർബന്ധിതരാവുന്നു. ആനയെഴുന്നള്ളിപ്പിനും വെടിക്കെട്ടിനും നിയമസഭയിൽ നിയമം കൊണ്ടുവരണമെന്നും പ്രസിഡന്റ് സുന്ദർ മേനൻ ആവശ്യപ്പെട്ടു. പൂരം വെടിക്കെട്ട് അലങ്കോലമാക്കിയ കമ്മീഷണർക്ക് മാതൃകാപരമായ ശിക്ഷ നൽകണം. ഒരു ഹോംവർക്കും നടത്താതെ സ്വന്തം നിലയ്ക്ക് കമ്മീഷണർ കാര്യങ്ങൾ ചെയ്തു. കമ്മീഷണറുടെ ജീവിതത്തിലെ കറുത്ത അധ്യായമാണിത്. ഗുണ്ടാ പോലീസ് രാജായിരുന്നു നടത്തിയത്. SP സുദർശൻ ഇരു ദേവസ്വങ്ങളുമായി നല്ല ബന്ധത്തിലാണ് പോയത്. അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കരുത് എന്ന് മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നടുവിലാൽ മുതൽ ശ്രീമൂലസ്ഥാനം വരെ ചാർജുള്ള ഒരു DYSP അപമര്യാദയായി പെരുമാറി. വടക്കുന്നാഥിന് മുന്നിലെ ദീപസ്തംഭം കത്തുന്നത് തടഞ്ഞു. സ്പെഷ്യൽ ബ്രാഞ്ച് DYSP തോമസ് മതിയായ പാസ് നൽകിയില്ലെന്നും തിരുവമ്പാടി ദേവസ്വം വ്യക്തമാക്കി. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന ശേഷം ഉദ്യോഗസ്ഥരുമായിട്ടാണ് ഇത്തവണ യോഗമുണ്ടായത്. രാത്രി മഠത്തിൽ വരവിന് റോഡ് അടയ്ക്കരുതെന്ന് വ്യക്തമാക്കിയിരുന്നു. ജനങ്ങളെ അകറ്റി നിർത്തിയ സ്ഥിതി ഈ കൊല്ലവും തുടർന്നപ്പോൾ പൂരാസ്വാദനത്തിന് വഴിയൊരുക്കാൻ അഭ്യർത്ഥിച്ചു. കമ്മീഷണറുടെ നിർദ്ദേശം പാലിച്ചേ പറ്റൂ എന്നാണ് ഞങ്ങളോട് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. തുടർന്നാണ് മഠത്തിലെ വരവ് നിർത്തി പന്തലണച്ചത്. നിർത്തിവെക്കാതിരിക്കാൻ ഒരു വഴിയും ഉണ്ടായില്ല. ആവശ്യമില്ലാത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് ബുദ്ധിമുട്ടിക്കുന്നു. ജില്ലാ കലക്ടറുടെ ഉറപ്പിലാണ് വീണ്ടും വെടിക്കെട്ട് നടത്താൻ സമ്മതിച്ചത്. കുടമാറ്റ സമയത്ത് സ്പെഷ്യൽ കുടകൾ കൊണ്ടുവരാൻ അനുവദിക്കാതിരിക്കുക, പട്ട കൊണ്ടുവരാൻ അനുവദിക്കാതിരിക്കുക തുടങ്ങിയ സംഭവങ്ങൾ ഉണ്ടായി. പോലീസ് ജനകീയമാകണമെന്നും തിരുവമ്പാടി ദേവസ്വം ആവശ്യപ്പെട്ടു. മാലിദ്വീപിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചൈന അനുകൂലിയായ പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവിന്റെ പീപ്പിൾസ് നാഷണൽ കോൺഗ്രസ് പാർട്ടിക്ക് വൻ ഭൂരിപക്ഷത്തോടെ വിജയം. ഇന്നലെ നടന്ന വോട്ടെടുപ്പിൽ 93 സീറ്റുകളിൽ 67 PNC സ്വന്തമാക്കി. മുയിസുവിന്റെ ഇന്ത്യ വിരുദ്ധ പ്രഖ്യാപനങ്ങൾ ഏറെ ചർച്ചയാകുന്ന സമയത്താണ് ഈ തിരഞ്ഞെടുപ്പ് വിജയമെന്നത് ശ്രദ്ധേയമാണ്. പ്രതിപക്ഷമായ മാലിദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടി 12 സീറ്റുകളിലും 10 സീറ്റുകളിൽ സ്വതന്ത്രരും വിജയിച്ചു. 72.96% പോളിംഗ്. 2,84,663 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. 41 വനിതാ സ്ഥാനാർത്ഥികൾ മത്സരിച്ചതിൽ 3 പേരാണ് വിജയിച്ചത്. ചൈനയുമായി സാമ്പത്തിക സഹകരണം ശക്തമാക്കാനും ഇന്ത്യയെ അകറ്റാനുമുള്ള നടപടികൾ മുയിസുവിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു. തെരഞ്ഞെടുപ്പിലെ വൻ വിജയം ചൈന അനുകൂല നിലപാടുകളുമായി മുന്നോട്ടു പോകാൻ മുയിസുവിന് ഊർജം നൽകും. 2019 മാലിദ്വീപിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 64 സീറ്റുകളുമായി MDPയാണ് മിന്നും വിജയം നേടിയത്. അന്ന് PPM PNC മുന്നണി 8 സീറ്റുകൾ മാത്രമാണ് നേടിയത്. കഴിഞ്ഞ വർഷമാണ് പ്രസിഡന്റ് മുയിസു അധികാരത്തിൽ വന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ പാർട്ടിയായ പീപ്പിൾസ് നാഷണൽ കോൺഗ്രസ് 93 അംഗസഭയിൽ ന്യൂനപക്ഷമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പോടെ മുയിസുവിന്റെ പാർട്ടി സഭയിൽ ഭൂരിപക്ഷം ഉറപ്പിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കരുതെന്ന് സഹപ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി നരേന്ദ്രമോദി. ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിവാദ പരാമർശങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാനും പ്രതിപക്ഷത്തിന് പാർട്ടിയെ ആക്രമിക്കാൻ അവസരമൊരുക്കുന്ന അഭിപ്രായ പ്രകടനങ്ങൾ ഒഴിവാക്കാനുമാണ് മോദി നിർദ്ദേശം നൽകിയത്. വീണ്ടും BJP അധികാരത്തിലെത്തിയാൽ ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുമെന്ന് BJP നേതാക്കൾ പറഞ്ഞിരുന്നു. ഇത് പ്രതിപക്ഷം ആയുധമാക്കി രംഗത്തെത്തിയതോടെയാണ്
പാർട്ടിയിലെ നേതാക്കൾക്ക് മോദി മുന്നറിയിപ്പ് നൽകിയത്. കർണാടകയിൽ നിന്നുള്ള മുൻ മന്ത്രി അനന്ത് കുമാർ ഹെഗ്ഡെ, ലാലു സിംഗ് തുടങ്ങിയ നേതാക്കൾ നിരന്തരം ഭരണഘടനയെ സംബന്ധിച്ച് പരാമർശം നടത്തിയിരുന്നു. വീണ്ടും അധികാരത്തിൽ വന്നാൽ ഭരണഘടനയിലെ ചില വ്യവസ്ഥകൾ പുനഃപരിശോധിക്കുമെന്നായിരുന്നു ഇവരുടെ അഭിപ്രായങ്ങൾ. എന്നാൽ എന്തൊക്കെ മാറ്റമെന്ന് വ്യക്തമാക്കിയതുമില്ല. ഇത് വിവാദമാകുകയും പ്രതിപക്ഷ നേതാക്കൾ വിമർശനം കടുപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി താക്കീത് നൽകി രംഗത്തെത്തിയത്. ഇത്തരമൊരു അഭിപ്രായത്തിന്റെ ആശങ്ക മനസ്സിലാക്കിയ പ്രധാനമന്ത്രി ഭരണഘടനയിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കിയില്ലെന്ന് വ്യക്തമാക്കി. കഴിഞ്ഞയാഴ്ച രാജസ്ഥാനിലെ ബർമറിൽ നടന്ന റാലിയിലാണ് മോദിയുടെ പരാമർശം. രാജ്യത്തിന്റെ ഭരണഘടനയാണ് BJP സർക്കാരിനെല്ലാം. ബാബാ സാഹിബ് അംബേദ്കർ തന്നെ വന്നാലും ഭരണഘടന ഇല്ലാതാക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നിലവിലുള്ള സംവരണത്തിൽ BJP മാറ്റം വരുത്തുമെന്ന വിമർശനത്തിലൂടെ പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും ഇടയിൽ ഭയം സൃഷ്ടിക്കാനാണ് പ്രതിപക്ഷ പാർട്ടി ശ്രമിക്കുന്നതെന്നും മോദി കൂട്ടിച്ചേർത്തു. വടക്കുകിഴക്കൻ സിറിയയിലെ US സൈനിക താവളത്തിന് നേരെ മിസൈൽ ആക്രമണം. ഇറാഖ് നഗരമായ സുമ്മറിൽ നിന്നാണ് മിസൈൽ ആക്രമണം ഉണ്ടായതെന്ന് റിപ്പോർട്ട്. ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാനി US സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ആക്രമണമുണ്ടായത്. US പ്രസിഡന്റ് ജോ ബൈഡനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. US സൈന്യത്തെ പിൻവലിക്കാനുള്ള ചർച്ചകളിൽ പുരോഗതി കാണാത്തതിനെ തുടർന്ന് US സേനയ്ക്കെതിരായ ആക്രമണം പുനരാരംഭിക്കാൻ സായുധ ഗ്രൂപ്പുകൾ തീരുമാനിച്ചതായി ഇറാഖിലെ കതൈബ് ഹിസ്ബുള്ള അറിയിച്ചു. ഈ വർഷം ഫെബ്രുവരി ആദ്യത്തോടെ US-നെതിരായ ആക്രമണം ഇറാഖിലെ ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ അവസാനിപ്പിച്ചിരുന്നു. ഇത് തുടക്കം മാത്രമാണെന്നും അവർ വ്യക്തമാക്കി. ഇറാഖിലെ സുമാർ നഗരത്തിൽ റോക്കറ്റ് ലോഞ്ചറുമായി നിർത്തിയിട്ടിരുന്ന ഒരു ട്രക്ക് സ്ഫോടനത്തിൽ തകർന്നിട്ടുണ്ട്. സ്ഫോടനം നടന്ന സമയത്ത് ആകാശത്ത് യുദ്ധവിമാനങ്ങൾ കണ്ടിരുന്നുവെന്നും റിപ്പോർട്ടുണ്ട്. US നടത്തിയ പ്രത്യാക്രമണമാണോ എന്ന കാര്യം വ്യക്തമല്ല. അന്വേഷണം നടത്താതെ ആക്രമണം US നടത്തിയതാണോ എന്ന് സ്ഥിരീകരിക്കാനാവില്ലെന്ന് ഇറാഖ് വ്യക്തമാക്കി. സ്ഥലത്ത് ഇറാഖ് സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി ട്രക്ക് പിടിച്ചെടുത്തിരുന്നു. ഇത് വ്യോമാക്രമണത്തിന്റെ ഭാഗമായാണ് തകർന്നതെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇറാഖിലെ സഖ്യസേനയുമായി ആക്രമണവുമായി ബന്ധപ്പെട്ട ആശയവിനിമയം നടത്തുകയാണെന്ന് ഇറാഖ് ഓഫീസർ അറിയിച്ചു. ശനിയാഴ്ച രാവിലെ ഇറാഖിലെ ഒരു സൈനിക താവളത്തിൽ വലിയ സ്ഫോടനം നടന്നിരുന്നു. ഇതിൽ ഒരു ഇറാഖി സൈനികൻ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് വീണ്ടും ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. രാജ്യത്താകെ കോളിളക്കം സൃഷ്ടിച്ച ഇലക്ട്രൽ ബോണ്ട് കേസിൽ സുപ്രീം കോടതിയിൽ ഹാജരായ അഭിഭാഷകർ ആരാണെന്നും അവർക്ക് നൽകിയ ഫീസ് എത്രയാണെന്നും വെളിപ്പെടുത്താനാകില്ലെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. വിവരാവകാശ നിയമപ്രകാരം ആരാഞ്ഞ ചോദ്യങ്ങൾക്കാണ് മറുപടി നൽകാനാകില്ലെന്ന് SBI അറിയിച്ചത്. ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലായിരുന്നു കേസിൽ ഹാജരായ അഭിഭാഷകർ ആരാണെന്നും അവർക്ക് നൽകിയ ഫീസ് എത്രയെന്നും SBIയോട് ആരാഞ്ഞത്. SBI വഴിയാണ് ഇലക്ട്രൽ ബോണ്ട് പുറപ്പെടുവിച്ചത്. ചോദ്യങ്ങൾക്ക് ഉത്തരം നിഷേധിച്ച് SBI മുംബൈ ഹെഡ് ഓഫീസിലെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ നൽകിയിരിക്കുന്ന മറുപടി ഇങ്ങനെയാണ്: ഹാജരായ അഭിഭാഷകൻ ആരാണെന്നത് മൂന്നാമതൊരാളുടെ സ്വകാര്യ വിവരമാണ്. അതിനാൽ വെളിപ്പെടുത്താനാകില്ല. അഭിഭാഷകനുമായുള്ള ബന്ധം വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. അത്തരം വിവരങ്ങൾ വിവരാവകാശ നിയമവകുപ്പ് 8D പ്രകാരം നൽകേണ്ടതില്ലെന്നും മറുപടിയിൽ വിശദീകരിക്കുന്നു. അതേസമയം അഭിഭാഷകർക്ക് നൽകിയ ഫീസിന്റെ കാര്യത്തിൽ അത് വാണിജ്യപരമായ രഹസ്യമാണെന്നും അതിനാൽ വെളിപ്പെടുത്താനാകില്ലെന്നുമാണ് മറുപടി. ചോദ്യങ്ങൾ സ്വകാര്യത ലംഘിക്കുന്നതാണെന്ന് വിശദീകരിക്കാൻ RTI ആക്ടിലെ വകുപ്പ് 8(1)യും Jയും മറുപടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. SBIയുടെ ഈ മറുപടിക്കെതിരെ അപേക്ഷകനായ MK ഹരിദാസ് അപ്പീൽ ഫയൽ ചെയ്തിട്ടുണ്ട്. ഹിന്ദു മുസ്ലിം പ്രസ്താവനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് കോൺഗ്രസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് പൂർത്തിയായ സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യം വിജയിക്കുമെന്ന് തിരിച്ചറിഞ്ഞ പ്രധാനമന്ത്രി വർഗീയ കാർഡിറക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസ് പരാതി നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ. രാജ്യത്തിന്റെ സ്വത്ത് കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് നൽകുമെന്നതായിരുന്നു രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മോദിയുടെ പ്രസംഗം. കോൺഗ്രസ് അവരുടെ പ്രകടന പത്രികയിൽ പറയുന്നതനുസരിച്ച് അമ്മമാരുടെയും സഹോദരിമാരുടെയും കൈവശമുള്ള സ്വർണം വിതരണം ചെയ്യും. രാജ്യത്തിൻ്റെ സമ്പത്തിന് മുകളിൽ ഏറ്റവും കൂടുതൽ അവകാശമുള്ളത് മുസ്ലിങ്ങൾക്കാണ് എന്നായിരുന്നു മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ വാദമെന്നും ആരോപിച്ചിരുന്നു. ഇതിനെതിരെയാണ് കോൺഗ്രസ് അടക്കം രംഗത്ത് വന്നിട്ടുള്ളത്. അധികാരത്തിനു വേണ്ടി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് RSSന്റെയും BJPയുടെയും പരിശീലനത്തിൻ്റെ പ്രത്യേകതയാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ആരോപിച്ചു. രാജ്യത്തെ 140 കോടി ജനങ്ങൾ ഇനി ഈ നുണയുടെ ഇരകളാകാൻ പോകുന്നില്ല.
കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഓരോ ഇന്ത്യക്കാരനുമുള്ളതാണ്. അത് തുല്യതയെക്കുറിച്ചും എല്ലാവരുടെ നീതിയെക്കുറിച്ചും സംസാരിക്കുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രിയും തന്റെ പദവിയുടെ അന്തസ്സ് മോദിയോളം താഴ്ത്തിയിട്ടില്ലെന്നും ഖാർഗെ എക്സിൽ ആരോപിച്ചു. ആദ്യഘട്ട വോട്ടെടുപ്പിന് പിന്നാലെയുള്ള നിരാശ നരേന്ദ്രമോദിയുടെ നുണകളുടെ നിലവാരം വല്ലാതെ താഴ്ന്നുവെന്ന് രാഹുൽ കുറ്റപ്പെടുത്തി. ഭയം കാരണം അദ്ദേഹം പൊതുജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. കോൺഗ്രസിന്റെ വിപ്ലവകരമായ പ്രകടന പത്രികയ്ക്ക് വൻ പിന്തുണയാണ് ലഭിക്കുന്നത്. രാജ്യം ഇനി തൊഴിലിനും ഭാവിക്കും വേണ്ടി വോട്ട് രേഖപ്പെടുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്റ്റെന്റ് വിതരണം നിലച്ചിട്ട് 3 ആഴ്ച പിന്നിട്ടതോടെ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലേക്ക്. സ്റ്റോക്ക് തീർന്നു തുടങ്ങിയതോടെ പല ആശുപത്രികളും അടിയന്തര ശസ്ത്രക്രിയകൾ മാത്രമാക്കി ചുരുക്കുകയാണ്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 1-നാണ് വിതരണക്കാർ സ്റ്റെന്റ് അടക്കമുള്ള ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ വിതരണം നിർത്തിയത്. 2023 ഡിസംബർ വരെയുള്ള കുടിശ്ശിക തീർക്കണമെന്ന ആവശ്യം സർക്കാർ ഗൗരവത്തിലെടുക്കാഞ്ഞതോടെ ഇക്കഴിഞ്ഞ ഏപ്രിൽ 1-നാണ് വിതരണക്കാർ സ്റ്റെന്റ് അടക്കമുള്ള ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ വിതരണം നിർത്തിയത്. കത്ത് നൽകിയ 19 ആശുപത്രികളിൽ ആലപ്പുഴ, പരിയാരം മെഡിക്കൽ കോളേജ്, ജില്ലാ ആശുപത്രി എന്നിവയിൽ മാത്രമാണ് കുടിശ്ശിക അടയ്ക്കാൻ നടപടിയുണ്ടായത്. ബാക്കി 16 ആശുപത്രികളിലെ കാത്ത് ലാബുകളിലടക്കം വിതരണം നിലച്ചിട്ട് 3 ആഴ്ച. കാരുണ്യ ബെനവലിന്റെ ഫണ്ട് വഴിയും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ സ്റ്റെന്റ് വിതരണം ചെയ്തതിലാണ് പണം നൽകാനുള്ളത്. വിതരണക്കാരുടെ സമരത്തെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അതിരൂക്ഷ മരുന്ന് പ്രതിസന്ധി ഉണ്ടായത് കഴിഞ്ഞ മാസമാണ്. ഫാർമസികളടക്കം അടയ്ക്കേണ്ട സാഹചര്യത്തിലെത്തിയതോടെ സൂപ്രണ്ട് വിതരണക്കാരുടെ യോഗം വിളിച്ച് കുടിശ്ശിക നൽകാൻ തീരുമാനമായിരുന്നു. എന്നാൽ സ്റ്റെന്റ് വിതരണം പുനഃസ്ഥാപിക്കാൻ ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. നേരത്തെ എടുത്തുവെച്ച സ്റ്റോക്ക് തീരുന്നതോടെ ശസ്ത്രക്രിയകൾ മുടങ്ങി 2019 കണ്ട അതേ പ്രതിസന്ധിയിലേക്ക് ആശുപത്രികൾ നീങ്ങും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിലെ 320 ബൂത്തുകളിൽ പ്രശ്ന സാധ്യതയുണ്ടെന്ന് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് നൽകി. അതിസുരക്ഷാ പ്രശ്നങ്ങളുള്ള ബൂത്തുകളിൽ ബാരിക്കേഡ് കെട്ടി അർദ്ധസൈനിക വിഭാഗത്തെ വിന്യസിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കള്ളവോട്ടും സംഘർഷവും തടയാൻ CRPF-ഉം ദ്രുതകർമ്മസേനയും കണ്ണൂരിലെത്തി. കണ്ണൂർ, വടകര, കാസർഗോഡ് ലോക്സഭാ മണ്ഡലങ്ങളിൽ പെടുന്ന ചില നിയമസഭാ മണ്ഡലങ്ങളിലാണ് അതിപ്രശ്ന സാധ്യത ബൂത്തുകളുള്ളത്. കണ്ണൂർ ജില്ലയിലെ 34 ബൂത്തുകൾ മാവോവാദി ഭീഷണിയും നേരിടുന്നുണ്ട്. വടകര ലോക്സഭാ മണ്ഡലത്തിലെ തലശ്ശേരി, കൂത്തുപറമ്പ്, കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ തളിപ്പറമ്പ്, പേരാവൂർ, ഇരിക്കൂർ, കാസർഗോഡ് മണ്ഡലത്തിൽപ്പെടുന്ന പയ്യന്നൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലാണ് പ്രശ്നസാധ്യത ബൂത്തുകൾ. കേന്ദ്രസേനയെ വിന്യസിക്കണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തെ തുടർന്ന് 2 കമ്പനി CRPF-ഉം 2 കമ്പനി ദ്രുതകർമ്മസേനയും ജില്ലയിലെത്തി. ലോക്കൽ പോലീസുമായി ചേർന്ന് ഇവർ റൂട്ട് മാർച്ച് നടത്തി. കർണാടക പോലീസിന്റെ 3 കമ്പനി പോലീസും സ്ഥലത്തെത്തി. ദ്രുതകർമ്മസേനയുടെ 831 സേനാംഗങ്ങൾ പീലാത്തറയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കേന്ദ്ര സായുധ പോലീസിന്റെ 91 അംഗസംഘം മാവോവാദി സാന്നിധ്യ മേഖലയായ ആറളത്തെത്തി. ITBP പോലീസ് കമ്പനിയുടെ 86 പേരടങ്ങുന്ന സംഘവും ജില്ലയിലെത്തി. ലോക ചാമ്പ്യനെ നേരിടേണ്ട ചലഞ്ചറെ കണ്ടെത്താനുള്ള കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റിൽ ജേതാവായി ഇന്ത്യയുടെ 17-കാരൻ ഗ്രാൻഡ് മാസ്റ്റർ ദോമരാജു ഗുഗേഷ്. ടൂർണമെന്റ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വിജയി എന്ന നേട്ടം ഇനി ഗുഗേഷിന് സ്വന്തം. ഇതോടെ ഈ വർഷം നടക്കുന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഗുഗേഷ് നിലവിലെ ലോക ചാമ്പ്യൻ ചൈനയുടെ ഡിങ് ലീററിനെ നേരിടും. ലോക ചാമ്പ്യൻഷിപ്പിന്റെ തീയതിയും വേദിയും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. 14-ാം റൗണ്ടിൽ US-ന്റെ ഹിക്കാരു നക്കാമുറയെ സമനിലയിൽ തളച്ചതോടെ 9 പോയിന്റുകളോടുകൂടെയാണ് ഗുഗേഷ് ജേതാവായത്. 2014-ൽ വിശ്വനാഥൻ ആനന്ദ് ജേതാവായ ശേഷം കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റ് വിജയിക്കുന്ന 2ാമത്തെ ഇന്ത്യക്കാരൻ എന്ന നേട്ടവും ഗുഗേഷ് സ്വന്തമാക്കി. റഷ്യയുടെ യാൻ നെപ്പോമെനിഷിയും ടോപ്പ് സീഡായ അമേരിക്കയുടെ ഫാബിയോ കരുവനയും തമ്മിലുള്ള മത്സരം സമനിലയിൽ അവസാനിച്ചതും ഗുഗേഷിന് നേട്ടമായി. 2 പേരിൽ ആരെങ്കിലും ജയിച്ചിരുന്നെങ്കിൽ ടൈ ബ്രേക്കർ ആവശ്യമായി വരുമായിരുന്നു. കാൻഡിഡേറ്റ്സ് ജേതാവിന് 48 ലക്ഷത്തോളം രൂപ സമ്മാനമായി ലഭിക്കും. രണ്ടാമന് 28.6 ലക്ഷം രൂപയും മൂന്നാമന് 21.5 ലക്ഷം രൂപയും ലഭിക്കും. 12-ാം വയസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ പട്ടം നേടുന്ന പ്രായം കുറഞ്ഞ 3ാമത്തെ താരമെന്ന നേട്ടം സ്വന്തമാക്കിയ ഗുഗേഷ് കഴിഞ്ഞ വർഷം ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിൽ വെള്ളിയും നേടിയിരുന്നു. നേരത്തെ 13-ാം റൗണ്ടിൽ ഫ്രഞ്ച് താരം ആലി റസ് ഫിറോസ്റ്റിക്കെതിരെ ജയിച്ചതോടെ 8.5 പോയിന്റുകളുമായി ഗുഗേഷ് 1ാമതായി എത്തിയിരുന്നു. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് സമാപിച്ചു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.